എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെക്കാം. എളുപ്പത്തിൽ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നതെന്ന് നോക്കാം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യമേ തന്നെ ഒരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സവോള, ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. എല്ലാവരും എടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, സവോളയെക്കാളും ഏറ്റവും കൂടുതൽ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടുന്ന ഐറ്റമാണ് ചെറിയ ഉള്ളി. പക്ഷേ ചെറിയ ഉള്ളി എടുക്കാനായിട്ട് കുറേ സമയം എടുക്കും. സവോളയാകുമ്പോൾ 3-4 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിക്കുള്ളത് പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യാം, പെട്ടെന്ന് കറി വയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് കുറച്ച് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്, 2-3 സവോള എടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് മോൻ അടുത്ത് ഞാൻ ചെയറിൽ ഇരുത്തിയേക്കുവാണ്. അപ്പം അവൻ കരഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ചിക്കൻ കറി വെച്ച് കഴിയണം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ സവോളയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഇടുന്നതാണ് തക്കാളിയും അരിഞ്ഞ് നമ്മൾ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പും കൂടി ഇടുമ്പോഴത്തേക്കിനും നമുക്ക് പെട്ടെന്ന് ഈ സവാളയൊക്കെ വഴണ്ടി കിട്ടാനായിട്ട് എളുപ്പമാണ്. അതേപോലെ തന്നെ ഉപ്പ് അതിൽ പിടിക്കുകയും ചെയ്യും. കുറച്ച് ഉപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ, ബാക്കി ഉപ്പ് ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടേ ബാലൻസ് ഇടത്തുള്ളേ. അങ്ങനെ ഞാനതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഗ്യാസിൻ്റെ ഭാഗത്ത് കറുത്ത കട്ടുറുമ്പാണെന്ന് തോന്നുന്നു. ഭയങ്കര ശല്യമാണ്. അതായത് ഈ തണുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കാം, ഭയങ്കര ഇത് നന്നായിട്ട് കടിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് ഞാൻ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്. ആദ്യം ഇട്ട് കൊടുത്തത് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ്. അത് കഴിഞ്ഞപ്പോൾ ചിക്കൻ മസാല കുറച്ച് ഇടുന്നുണ്ട്. ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് വീണ്ടും വഴറ്റുന്നുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ചിക്കൻ ക്ലീനാക്കി വെച്ചത് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ അതായത് തീ കൂട്ടി വെച്ചേക്കുമായിരുന്നു, കുറച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ആ ഗ്രേവിയൊക്കെ ചിക്കനിലോട്ട് ഫുള്ളാവണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് കുറച്ചേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തോളൂ, ബാലൻസ് ഉപ്പ് ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ. അതിനുശേഷം ഇതാണ് എൻ്റെ ആദ്യമോൻ ഭയങ്കര അലമ്പാണ്. ചെയർ കാണുമ്പോഴേ കരയും. ഞാൻ ഓൺലൈനിലൊക്കെ കണ്ടിട്ട്, ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചെയറിൽ കുട്ടികളെ എടുത്തിട്ട് നമ്മൾ അമ്മമാർ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയതാണ്. കാരണം മോനെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കുക്ക് ചെയ്യുമ്പോഴത്തേനും മോനെ അടുത്തിരുത്തിയ കുഴപ്പമുണ്ടാവില്ലെന്നു. പക്ഷേ നേരെ തിരിച്ചായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലാണ് അത് കാണുമ്പോൾ. അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കറിയും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ആയിട്ടുണ്ടോ എന്ന്. അപ്പം കുറച്ചും കൂടെ നന്നായിട്ട് വറ്റാനുണ്ട് കറി. നമ്മൾ അതിനകത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുവാണ്. എനിക്ക് ഈ ഗരം മസാല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്കൊന്നും ഇഷ്ടമാവില്ല, പക്ഷേ എനിക്ക് ഗരം മസാല ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ വെക്കുമ്പം ഞാൻ ഗരം മസാല ഇടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോൻ ക്യാമറ തന്നെ നോക്കുന്നുണ്ട്. ഞാൻ ഫോൺ അവിടെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പാത്രമേ കഴുകി വെച്ചിട്ടുള്ളായിരുന്നു, ബാക്കി ബാലൻസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി ഇടയ്ക്ക് കരയുന്നുണ്ട്, എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ കുട്ടി കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്ന പാത്രവും സോപ്പും ഒക്കെ ചെയറിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. മോനത് കണ്ടാലെങ്കിലും കുറച്ച് നേരം കൂടി ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പുള്ളിക്കാരൻ ഈ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടെടുത്തിട്ട് ഇട്ടിട്ടാണ് കരയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും എന്തെങ്കിലും എടുത്തു കൊടുക്കും, വീണ്ടും അതെടുത്ത് താഴെ എടുത്തിടും, വീണ്ടും കരയും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കും, കാക്കയെ കൂടെ വിട്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീണ്ടും ഞാൻ പാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്ന ഇഷ്ടമാണ്, പക്ഷേ അതെടുത്ത് കളയും. പിന്നെ അത് കഴിഞ്ഞിട്ട് കരച്ചിൽ കൂടിയപ്പോൾ ഞാൻ പെട്ടെന്ന് കറി നോക്കിയപ്പോഴത്തേനും കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വറ്റി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇങ്ങനെ ചാറോടെ ഇരിക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ചില ടൈമിൽ ചാറോടെ വെക്കും, ചില ടൈമിൽ നമ്മൾ ഇങ്ങനെ വെക്കുള്ളൂ കേട്ടോ. അപ്പം കറി സെറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.